ഞാൻ പാലക്കാട് എത്തിയ ദിവസം തന്നെയായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ വേലയുടെ ലാസ്റ്റ് ഡേ. സോ അതുകൊണ്ട് സന്ധ്യയ്ക്ക് എഴുന്നള്ളത്ത് തുടങ്ങിയതാണ്. രാത്രിയിൽ ഒരു 9:30 വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലൈവായിട്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ വെളിച്ചത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഫസ്റ്റ് ഞാൻ കാണിക്കുമ്പോഴുള്ളതും ഇപ്പോൾ ഉള്ളതും ആ വെളിച്ചത്തിൻ്റെ വ്യത്യാസം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്ക് തുടങ്ങിയ എഴുന്നള്ളത്താണ്, 4-4:30 തുടങ്ങിയ എഴുന്നള്ളത്താണ്. ഇപ്പോഴും അവിടെ തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5-2 മണിക്കൂറോളം അവിടെ പഞ്ചവാദ്യവും ആനയും മേളവും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ലൈവായിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് അറിഞ്ഞുകൊണ്ടല്ല, എനിക്കറിയില്ലായിരുന്നു ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്നുള്ളത്. പക്ഷേ എൻ്റെ ഭാഗ്യവശാൽ ഞാനന്ന് എത്തിയ ദിവസമാണ് ആ ലാസ്റ്റ് ഡേ. ഇത് കണ്ടോ, അതിൻ്റെ ഇടയിൽ കൂടി ബോംബെ മിഠായി സെയിലിന് വരുന്നത്, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റു ഫീലിംഗ് ആണല്ലേ. അപ്പോൾ ഈ ഒരു എഴുന്നള്ളത്തിൻ്റെയും പഞ്ചവാദ്യത്തിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നതാണ് ഈ പോളാർ ബെയർ, പിന്നെ ടെഡി, ബിഗ് ടെഡീസ്, പിന്നെ ചിമ്പാൻസി. അങ്ങനെ അവരൊക്കെ ആ ചൂടിൻ്റെ ഉള്ളിൽ ആ ഒരു ഔട്ടർ കവറല്ലേ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കയ്യിൽ പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ പിന്നെയും അത് അവരത് ഓൺ ചെയ്തിട്ട് പിന്നെയും അത് വെയർ ചെയ്തിട്ട് ഇട്ടിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കുറേ നേരം നമ്മുടെ വീട്ടുമുറ്റത്ത് കുറച്ച് നേരമുള്ള ആ ഒരു പൊസിഷനെല്ലാം കഴിഞ്ഞതാ വീട്ടിന് മുമ്പിൽ കൂടെ പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് പരിചയക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ വന്നിട്ട് ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിമ്പാൻസി എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. കാരണം ഭയങ്കര ലൈവ് ചിമ്പാൻസി ആയിട്ട് തന്നെ എനിക്ക് തോന്നിയത്. സീ ദ ബാക്ക് സൈഡ് ഓഫ് ദാറ്റ് ചിമ്പാൻസി ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. 2 ചിമ്പാൻസീസ്, ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഒക്കെ ആയിട്ട് 2 ചിമ്പാൻസീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കും ക്രൗഡും. എനിക്ക് തോന്നി അവിടുത്തെ ഗ്രാമവാസികൾ മുഴുവനും അവിടെ ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. 2 മണിക്കൂർ ഞങ്ങൾ അവിടെ നിന്ന് എൻജോയ് ചെയ്തു. അപ്പോൾ അതിനുശേഷം പിന്നെയാണ് ആനയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം. കുറച്ച് നേരം കഴിഞ്ഞ് പഞ്ചവാദ്യം, അപ്പോൾ കുറച്ച് ലേഡീസിൻ്റെ വാദ്യങ്ങളൊക്കെ ആയിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഒറ്റ നിപ്പായിരുന്നു കേട്ടോ. പക്ഷേ 2 മണിക്കൂറോളം അവിടെ നിന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞതേയില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അതൊക്കെ നേരിട്ട് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് വളരെ റെയറായിട്ടാണ്. മാത്രമല്ല വീഡിയോ എടുക്കാൻ പോലും പറ്റാറില്ല മിക്ക സ്ഥലങ്ങളിലും. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ലൈവായിട്ട് വീട്ടുമുറ്റത്തൂടെ പോകുക, അതും എഴുന്നള്ളത്ത് ദേവീനെ ഇങ്ങനെ കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ലൈവായിട്ട് കാണുന്നത് തന്നെ എനിക്ക് വളരെ റെയറായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓക്കെ എന്നാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൂടെ ഒന്ന് കാണിക്കാമല്ലോ, എൻ്റെ വീട്ടിലെ വേല, എൻ്റെ നാട്ടിലെ വേല എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആനയൊക്കെ വരുന്നുണ്ട്. 3 ആനയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇത് ആ നാട്ടുകാർ തന്നെ ചിലവർ സ്പോൺസർ ചെയ്യുന്ന പഞ്ചവാദ്യമാണ്. അതുകൊണ്ടാണ് അവിടെ തന്നെ നിന്ന് കുറേ നേരം അവർ കൊട്ടുന്നതും ആ ഏരിയയിൽ. അപ്പോൾ നമ്മുടെ വേല എങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈ വേല ഞാൻ കേട്ടത് കുറേ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന വേലയാണെന്നാണ് ഞാൻ കേട്ടത്. വേലയും പൂരവും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് എനിക്ക് അത്ര കാര്യമായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നത് വേല കുറച്ച് ആ ഗ്രാമവാസികളുടെ പ്രത്യേകിച്ച് അവരുടേതായ ഒരു കാവായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉത്സവമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പൂരം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഗ്രാമം എന്നല്ല, തൃശ്ശൂർ പൂരം പോലെയൊക്കെ ഒരുപാട് പേരുടെ കുറേ ഗ്രാമങ്ങളുടെ ഒരുമിച്ചുള്ളതില്ലേ, അങ്ങനെ ഇത് പെർട്ടിക്കുലർലി ഒരു ഗ്രാമം മാത്രമായിട്ട് നടത്തുന്ന ഒരു ഉത്സവത്തിനെ വേല എന്ന് പറയണം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കത്ര അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ അത് രണ്ടാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ആനയൊക്കെ പോകുന്നുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ആന തൊട്ടുകൂടെയൊക്കെ പോകുമ്പോൾ ഭയങ്കര ഗൂസ് ആട്ടോ. സങ്കടം തന്നെയാണ് ഈ ചൂട്ടത്ത് അവരെയും കഷ്ടപ്പെടുത്തുന്നത്. കാണുമ്പോൾ സങ്കടമുണ്ട്, പക്ഷേ കാണാനും നല്ല ഭംഗിയാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി എന്താ ഉള്ളതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അടുത്തത് എന്താണ് എന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റംസ് എല്ലാം തൊട്ട് പുറകെ സെയിലായിട്ട് വരുന്നുണ്ട്. സെയിലോട് സെയിൽ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയപ്പോൾ ബലൂണുണ്ട്, കപ്പലണ്ടി ഉണ്ട്, പിന്നെ ഐസ്ക്രീം വിട്ടില്ല. കോൺ ഐസ്ക്രീം വേഗം പല ഫ്ലേവറിൽ വാങ്ങിച്ചു. ലാസയുടെ ഐസ്ക്രീമിൻ്റെ വണ്ടിയായിട്ട് അവിടെ വന്ന് നിർത്തിയിരിക്കുന്നത് വീട്ടിൻ്റെ മുമ്പിൽ തന്നെ. അവിടെ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. അതിന് ശേഷം പിന്നെ അടുത്തത് എന്താണെന്ന് നോക്കിയപ്പോൾ നമ്മുടെ വേവിച്ച കടലയിൽ ഇവിടുത്തെ സുണ്ടൽ സ്റ്റൈല് കുറേ തക്കാളി, ഉള്ളി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. കോണൊക്കെ ഇട്ടിട്ട് അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കാത്ത് നിൽക്കുക എന്താ വെച്ചാൽ നമ്മൾ വേലയും പൂരത്തിന് അങ്ങോട്ട് പോയിട്ടില്ല ഇതെല്ലാം വാങ്ങിച്ച് കഴിക്കുക. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ